ഫെലോപ്സിസ് ഓർക്കിഡ് വളർത്തുന്ന തുടക്കക്കാരായിട്ടുള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കറക്റ്റായിട്ട് ആ വീഡിയോ ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും ഇതിൽ ഒരു സ്പൈക്കിൻ്റെ അറ്റത്ത് ഒരു ബഡ്, ഇതൊക്കെ ഇടയിൽ ഫ്ലവേഴ്സും ഒന്നുമില്ല, അറ്റത്ത് മാത്രം ഒരു ബഡ് കാണാം. ഇത് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്ന ഒരു സ്പൈക്കാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ബഡ് നിൽക്കണു, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും വേറെയുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർമലി എല്ലാവർക്കും അറിയുന്നതായിരിക്കും വളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക് മാത്രമേ അറിയാത്തുണ്ടാവുള്ളൂ. നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ് പോലെയല്ല ഫെലോപ്സിസ് ഓർക്കിഡിൻ്റെ ഒരു സ്പൈക്കിൽ നിന്ന് തന്നെയാണ് വീണ്ടും പുതിയ പുതിയ സ്പൈക്കുകളും അതുപോലെ തന്നെ വീണ്ടും ആ എൻഡിൽ നിന്ന് തന്നെ പുതിയ ബഡ്സും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫെലോപ്സിസ് ഓർക്കിഡ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ അതിൻ്റെ സ്പൈക്ക് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. അതൊരു സ്റ്റെമ്മ് പോലെയായിട്ട് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. അതിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും പുതിയ സ്പൈക്കുകളും വീണ്ടും അതിൽ നിന്ന് ഫ്ലവറുകളും ഉണ്ടായി അതിങ്ങനെ ഒരു ബഞ്ച് പോലെയായിട്ട് നിൽക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ നിൽക്കണം, അങ്ങനെ ബഞ്ച് പോലെയായിട്ട്. അത് ഈ സ്പൈക്കിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും സ്പൈക്കുകൾ വരുന്നതുകൊണ്ടാണ് അതിങ്ങനെ ബഞ്ച് പോലെയായിട്ട് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ഹാങ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു കറക്റ്റ് സമയത്ത് ഇതൊന്ന് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാനിതിൻ്റെ പോട്ടിങ് ഒന്നും കാണിക്കാണ്ട് തന്നെ നേരെ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇപ്പോഴാണ് ഇതിൽ ഫ്ലവർ ഉണ്ടായിരുന്നതൊക്കെ കൊഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ 2-3 ഫ്ലവറുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ബഡ് വന്ന് ആ ഒരു ബഡ് ഇങ്ങനെ വിരിയാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു ഐഡിയ കിട്ടുമല്ലോ. അറിയാത്ത ആൾക്കാർക്ക്, അറിയുന്നവർക്ക് ഇതൊക്കെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫെലോപ്സിസ് ഓർക്കിഡ് പോലെ ഫ്ലവർ കഴിഞ്ഞാൽ ആരും സ്റ്റെമ്മ് സ്പൈക്ക് കട്ട് ചെയ്ത് കളയരുത്. നമുക്ക് അതിൽ നിന്ന് വീണ്ടും പുതിയ ഫ്ലവറുകൾ ഉണ്ടാവും. ഞാൻ അടുത്തായിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലെടുത്ത ഫ്ലവറൊക്കെ വന്ന് പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് പോട്ട് ചെയ്തിരിക്കുന്നതെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ്. ഇതിന്ന് ഷെയർ ചെയ്താണ്.